പെണ്ണ് ശ്ശോ. കിട്ടൂടാ. വിദ്യ കൊച്ച് മൂങ്ങച്ചേട്ടന് കഴിച്ചോടാ പെണ്ണുണ്ടോ? ഉണ്ട് മൂങ്ങച്ചേട്ടനെ. ഡൽഹി വന്ന ഡൽഹിന്ന്. എടാ ഒരാഴ്ച ആയില്ലേ ഞാൻ വന്നിട്ട്. ആ. വിദ്യ കൊച്ച് ഫുഡ് കഴിച്ചോ നീ? അയ്യോ സോറി, നോ സോറി. ഷാറുഖ് ഖാൻ, ഷാറുഖ് ഖാന്റെ കല്യാണം കഴിഞ്ഞോ? വൈഫ് എന്ത് ചെയ്യുന്നു? അടുത്തത് ഇല്ലടാ എന്ന് പറയണ്ട് വിദ്യ കൊച്ച്. അതിനാ കഴിക്കാഞ്ഞ നീ വിദ്യ? വിദ്യ ചേച്ചി സുഖല്ലേ? വിദ്യ ഇതാണ് നിന്റെ, ഇതാണ് ഷൈൻ്റെത്. ഇതാണ് ശരണ്യ. ഇതാണ് ഫാത്തിമ പോയോ? ആ. പാത്തു പോയിട്ടുണ്ടാണോ? ഫാത്തിമ ചേച്ചി നാട് വിട്ട്. അതെ കൊച്ചു പാത്തു. എപ്പ ചോദിച്ച ആരാ ഫാത്തിമ, അപ്പൊ ഓടിയതാ ഫാത്തിമ. ഇപ്പോൾ വന്നേ ഉള്ളൂ. ഇനി കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണം. ഓ പാത്തു വാച്ചിങ്ങിലുണ്ട് കേട്ടോ. ഫാത്തിമ ദേ ഉണ്ട്. ഫാത്തിമ ചേച്ചി എവിടാ? ചേച്ചിയുടെ വീട് എവിടാ? ഹായ് കൊല്ലം. ശരണ്യ. ഹായ് ശരണ്യ. വിദ്യ ചേച്ചിയുടെ സ്ഥലം എവിടാ? വിദ്യ ചേച്ചി അവള് കൊച്ചിന്റെ സ്ഥലം അവള് അവള് ആലപ്പുഴ. കൽക്കട്ടയില്. SRKയുടെ സ്ഥലം ടോണി പോയി. ഒരു ടോണി വന്നിട്ട് ടോണി പോയി. പോയി അവൻ. സുഖം. ശരണ്യക്ക് സുഖാണോ? സുഖം ആണോ? ശരണ്യ ശരണ്യ ആലപ്പുഴയുടെ മുത്താ നമ്മളെ. ഇല്ലേ ശരു? അതെ. ഇല്ലേ സരസു? തൃശ്ശൂർ നാട്ടിൽ. ആ. തൃശ്ശൂർ ഗഡിയ. തൃശ്ശൂർകാർക്ക് ഇനി ഇതിലും വലുതൊന്നും വരാനില്ല. മറ്റന്നാൾ തിരക്കായിരിക്കുമല്ലോ. ഓ ശനിയാഴ്ച അതാടാ. എന്റെ കസിനും ഉണ്ട്, കസിന്റെ അനിയനും ഉണ്ട്. ആ. ശരണ്യ പാട്. ഓ പാത്തുന്റെ ഉന്മേഷം നോക്ക് ശരണ്യ പാടാൻ പറയുന്നതിനുള്ള. ഇപ്പൊ എല്ലാം ഓടാ. പോടാ നീ പൊടി. സ്വാമി ശരണം. റോക്കറ്റ് റോക്കറ്റ് വിട്ട വിട്ട്. സമയം കിട്ടുന്നില്ല. 30 വയസ്സാകുമ്പോൾ നോക്കാം. എടി ISRO വർക്ക് ചെയ്യണ SRK. ആണോ? ഓഹോ. ഞാൻ പറയാം, പോയി വായോ. എങ്ങോട്ട് പറയാന്ന്? ഓ ശബരിമലയ്ക്ക് പോയിട്ട് പോയോ എന്നിട്ട് പറയാന്ന്. ഇപ്പൊ അവിടുന്ന് അതെ അതെ. എല്ലാവരും എന്നെ നോക്കി വെച്ച, ഞാനും കുറച്ചേരം നോക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് നിച്ചുവിനെ വേണം, പീക്കുവിനെ വേണം എനിക്ക് അരവണ ആദ്യം തൂക്കാൻ. തരുമോ ഞങ്ങൾക്കൊക്കെ? ഒരു ആ ഒന്ന് അങ്ങോട്ട് സൂര്യ വരണം. സാറ് ആ സൂര്യ സാർ ഗോവയിൽ പോയിട്ട് ഞങ്ങൾക്ക് ഒന്നും തന്നില്ല. ഒന്ന് ഒന്ന് അങ്ങോട്ടേക്ക് വരണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നില്ല. ആ പോട്ടറാണെങ്കിൽ സമയം പറയുന്നില്ല. അവന്റെ സമയം കിട്ടിയിട്ടാണ് അത് തിരക്കല്ലേ. നീ ഇപ്പൊ റീനൂസിന്റെ ഭയങ്കര വീട്ടിൽ പോകാൻ വരുന്നുണ്ടോ? ബിസി അല്ലേ? ഇപ്പൊ ബിസി അല്ലേ? കോളേജ് എടി സ്റ്റുഡൻസിനെ സരസു, ഒക്കെ മേയ്ക്കണം. എടി സരസു, ഏ. നീ ആ. റീനൂസിന്റെ വീട്ടിൽ പോകാൻ വരുന്നുണ്ടോ? ആരുടെ വീട്ടിലാ? റീനൂസിന്റെ. കുഞ്ചു ചേച്ചിയുടെയോ? അല്ല നമ്മുടെ റീനാമൽ ബ്ലോഗ്സ് ഇല്ലേ? അതാരാ? നിനക്കറിയാം, ഞങ്ങൾ അന്ന് വീഡിയോ ഇട്ടില്ലേ ടുഗദറില്? ആ. നിനക്കറിയാടി പോളെ. ഞാൻ പോട്ടെ, കുട്ടികളൊക്കെ ഫുഡ് കൊടുക്കട്ടെ എന്ന് പറയണ്ടേ. ആ, അവള് കല്യാണം കഴിഞ്ഞതില്ലേ? അവള് കെട്ടുന്നില്ല. അതിനുള്ള മറുപടി താണ്ടെ വിദ്യ പറഞ്ഞു, അവള് കെട്ടുന്നില്ല. ഇല്ല നമുക്ക് കേട്ടാ, സരസ്വതി ഇവിടെ നിൽക്കുവല്ലയോ, പിന്നെന്തിനാ അവള് അതിന് വിഷമിക്കുന്നത്? എന്തായാലും നിങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ഒരു വരവ് കേട്ടു. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും മക്കളെയും കൂട്ടി എന്റെ കല്യാണത്തിന് വരിക. ഇല്ല ഇല്ല, അതിനകത്ത് പറയുന്ന പോലെ ഡയലോഗ് എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ മാലയിട്ട് പറഞ്ഞാൽ പിന്നെ പോരുന്നു എന്റെ കൂടെ. അതിനകത്ത് പറയുന്നുള്ള ലൈക്ക് അടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ സ്വാമി നടക്കില്ല. ശരണം, സ്വാമി ശരണം. ഒന്നും പറയുന്നില്ല ഞാനിപ്പോ. പാത്ത് ചിരിക്കുന്നുണ്ട്, വിദ്യ കൊച്ചു ചിരിക്കുന്നുണ്ട്. ആ അവൻ ഫ്രീ ആയി നടക്കും. മൂങ്ങച്ചേട്ടൻ കൊറേ മറ്റേ ബല്ലെ ബല്ലെ ഡൽഹി പോയൊക്കെ ആയിരിക്കും. ഒരു എടാ കുതിരപ്പുറത്തൊക്കെ കയറി മറ്റേ മറ്റേ ടൂ കൺട്രീസ് കുതിരപ്പുറത്ത് അവന് ഫ്രീ ആയി നടക്കണം. അതന്നെ അവന്റെ അരടി പോടി പോലെ അവിടുത്തെ. ഫ്രീ ആയി നടക്കണം, അതാണ് അവന്റെ ആഗ്രഹം. ഇടയ്ക്ക് കോഴിയുമാകും. ഇനി ഒരു പെണ്ണ് സെറ്റാക്കി തരണേ, എനിക്ക് ഒരു പെണ്ണ് സെറ്റാക്കി തരണേ. ഞാൻ പറയണോ നീ പറയണോ മറുപടി? കൂട്ടുകാരെ ലൈക്ക് അടിക്കാത്ത കൂട്ടുകാരെല്ലാം സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്ത് വേഗം വേഗം ലൈക്ക് അവള് അടിച്ച് കയറിയാണേ. ബ്രോക്കറാണോ? ഞാൻ അതങ്ങാണ്ട് തുടങ്ങിയല്ലോ എന്ന് ആലോചിക്കുക. അതാകുമ്പോ ഇപ്പൊ ഇഷ്ടം പോലെ പൈസ കിട്ടും, പൈസ ഉണ്ടാക്കായിരുന്നു. അവൾ ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ. അതിലൊരെണ്ണം അതിലൊരെണ്ണം പൊക്ക് സരസു ടീമുണ്ട്.